1986 കമലഹാസൻ നായകനായ നായകൻ എന്ന് പറയുന്ന ചിത്രം അധോലോക ബന്ധങ്ങളും വളരെ പൊളിറ്റിക്സും ഒക്കെ പറഞ്ഞ ഒരു വളരെ ബ്രഹ്മാണ്ഡമായൊരു ചിത്രം റിലീസാവുകയാണ്. നായകൻ എന്ന ചിത്രമാണ് ഇന്ത്യൻ സിനിമയിൽ മണിരത്നത്തിന് മികച്ച സംവിധായകനിൽ ഒരാൾ എന്ന പേര് നേടിക്കൊടുത്തത്. നായകന്റെ തിരക്കഥയ്ക്കും നായകന്റെ സംവിധാനത്തിനും ശേഷം മണിരത്നത്തിനെ തേടി വന്ന പ്രശംസകൾ ചെറുതൊന്നുമല്ല. ഒരു അവതരണത്തിനിടയിൽ ഡെനിസ് ജോസഫ് പറഞ്ഞിട്ടുണ്ട്, നായകന്റെ തിരക്കഥയാണ് ഷോലേക്കു ശേഷം അദ്ദേഹത്തിന് ഏറ്റവും മികച്ച തിരക്കഥ എന്ന് തോന്നിയിട്ടുള്ളതെന്ന്. നായകൻ എന്ന ചിത്രം നിരൂപകർക്കിടയിലും ടൈം മാഗസിൻ പോലെയുള്ള വലിയ മാഗസീൻസിലും ഒക്കെ ആ ചിത്രത്തിനെ പരാമർശിച്ചുകൊണ്ട് ഫീച്ചറുകൾ വരാനും ആർട്ടിക്കിൾസ് വരാനും ഒക്കെ തുടങ്ങി. കാരണം അത്രയും മികച്ചതായിരുന്നു നായകന്റെ തിരക്കഥയെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. തമിഴിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായ ഭാരതിരാജ ഒരു അവാർഡ് വേദിയിൽ പറയുകയുണ്ടായി, ഐ ഫീൽ ഷൈ മൈസെൽഫ് എന്നുള്ളത്. അതായത് ഒരു സംവിധായകൻ വേറൊരു സംവിധായകന് കൊടുക്കുന്ന ഏറ്റവും വലിയ കോംപ്ലിമെന്റ് ആയിട്ട് നമ്മൾ അതിനെ എടുക്കേണ്ടി വരും. ഒരു കഥാപാത്രം, ഒരു കുട്ടിയായിട്ടുള്ള ഒരു കഥാപാത്രം അതിന്റെ നായകനോട് ചോദിക്കുന്ന ഒരു ഡയലോഗ് തന്നെ മതിയായിരുന്നു ആ കഥാപാത്രത്തിന്റെ ഷെയ്ഡ് നമുക്ക് മനസ്സിലാവാൻ. ആ ഡയലോഗ് തന്നെ ധാരാളമായിരുന്നു. നീങ്ക നല്ലവനാ കെട്ടവനാ എന്ന് ചോദിക്കുമ്പോൾ കമലഹാസന്റെ മുഖത്ത് മിന്നിമറയുന്ന എക്സ്പ്രഷൻസ്, അല്ലെങ്കിൽ അതിന്റെ വിഷ്വൽ ഭംഗി. നായകൻ എന്നത് ഒരു നമുക്ക് സിനിമയെ പഠിക്കാനുള്ള ഒരു ക്ലാസ് റൂം ആണെന്നും കൂടി കാട്ടി തന്ന ഒരു ചിത്രമായിരുന്നു.